ഹെൽത്ത് ഇൻഷുറൻസിന്റെ സീറോ GST ആനുകൂല്യത്തിന്റെ ലാഭം യഥാർത്ഥത്തിൽ ആർക്കാണ്? സംശയം എന്താ? നമുക്ക് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അതായത് നമ്മൾ സ്റ്റാർ ഹെൽത്ത്, അതുപോലെ പല കമ്പനികളും സ്റ്റാർ ഹെൽത്ത് മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെയ്ത പുതിയ പോളിസികളുടെ പ്രീമിയം എന്ന് പറയുന്നത് 15,000 കോടിയാണ്. നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടച്ച GST 18% ടാക്സ് എന്ന് പറയുന്നത് 22,70,00,000 രൂപയാണ്. അപ്പോൾ അത്രയും GSTയുടെ എമൗണ്ട് നമ്മളിപ്പോൾ സീറോ GST ആണ് അടച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ആനുകൂല്യമാണ് നമ്മൾക്കിപ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടും ഇൻഷുറൻസ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു GST അടുത്ത കൊല്ലം ഈ സീറോ GST മാറ്റിയത് 5% 10% ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമല്ലേ വരുന്നത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഉണ്ടാവുന്ന നികുതി നഷ്ടം നികത്താൻ ചിലപ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സീറോ GST ആനുകൂല്യം 3 വർഷം നേടിയെടുക്കാനുള്ള ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഈ നോർക്ക ഇൻഷുറൻസിൽ പ്രസവാനുകൂല്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ പ്രസവാനുകൂല്യമുള്ള ഒരു പ്ലാൻ അത് ഏകദേശം 3,000 രൂപ EMI എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് അടച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിൻ്റെ അടവ് വരുന്നത് 1,300 രൂപയൊക്കെയാണ് അതിൻ്റെ പ്രീമിയം വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് 3 വർഷത്തുള്ള പ്ലാൻ എന്ന് പറയുന്നത് 26 മാസം കൊണ്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 18 മാസത്തേക്ക് അടച്ചു തീർക്കാം. ഞാൻ ഡീറ്റെയിലുകൾ ഇടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക.